നമസ്കാരം. വെട്ടർ ന്യൂസ് ക്യാപ്സിലേക്ക് സ്വാഗതം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. തിരൂർ നഗരസഭാ സ്റ്റേഡിയം നവീകരണ പ്രവൃത്തിയിൽ പ്രതിഷേധിച്ച് തിരൂർ നഗരസഭയിലെ LDF കൗൺസിലർമാർ പ്രതിഷേധിച്ചു. നഗരസഭാ സെക്രട്ടറിയുമായി ഒപ്പുവെക്കാത്ത നവീകരണ പ്രവൃത്തി ഉദ്ഘാടനം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. തിരൂർ നഗരസഭാ സ്റ്റേഡിയം നവീകരണം നഗരസഭാ കൗൺസിലിൽ ആലോചിക്കാതെയെടുത്ത തീരുമാനമെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. നവീകരണ പ്രവൃത്തി ഉദ്ഘാടന ചടങ്ങിൽ പ്രതിഷേധിച്ച് തിരൂർ നഗരസഭയിലെ LDF കൗൺസിലർമാർ നഗരസഭാ ഓഫീസിൽ പ്രതിഷേധിച്ചു. സ്റ്റേഡിയം നവീകരണ പ്രവൃത്തി ഉദ്ഘാടനം മുസ്ലിം ലീഗ് പരിപാടിയെന്നും സ്റ്റേഡിയത്തിൽ അതിക്രമിച്ചു കയറി MLA ഉദ്ഘാടനം നടത്തിയത് ജനാധിപത്യ ലംഘനമാണെന്നും പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് S. ഗിരീഷ് പറഞ്ഞു. ഇന്നിപ്പോ സ്റ്റേഡിയത്തിൽ വലിയ ഉദ്ഘാടന പരിപാടി നടന്നിട്ടുണ്ട്. മുസ്ലിം ലീഗിന്റെ ഒരു രാഷ്ട്രീയ പരിപാടി മാത്രമാണത്. ആ പരിപാടിക്കകത്ത് സ്റ്റേഡിയത്തിൽ ഇത്തരത്തിലുള്ള ഒരു പരിപാടി നടക്കുമ്പോൾ സ്വാഭാവികമായും അത് നഗരസഭയുടെ ഒരു ഔദ്യോഗിക പരിപാടിയാണ്. ആ ഔദ്യോഗിക പരിപാടിക്കകത്ത് നഗരസഭാ സെക്രട്ടറി ഉണ്ടാവണം. അവിടെ നടക്കുന്ന വർക്ക് പൊതുമരാമത്ത് പ്രവർത്തികളുമായി ബന്ധപ്പെട്ടതാണ്. മുനിസിപ്പൽ എഞ്ചിനീയർ ഉണ്ടാകണം. ഈ രണ്ട് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും ആ പരിപാടിക്കകത്ത് പങ്കെടുത്തിട്ടില്ല. രണ്ടാമത്തെ ഒരു കാര്യം, ഇനി അങ്ങനെ ഒരു പ്രവൃത്തി നടക്കുകയാണെങ്കിൽ രേഖാമൂലം മുനിസിപ്പൽ സെക്രട്ടറി അത്തരത്തിലുള്ള ഒരു പ്രവൃത്തി നടത്തുന്ന ഒരു ഏജൻസിയുമായി കരാറിൽ ഏർപ്പെടണം. കരാറിൽ ഏർപ്പെട്ടതിന് ശേഷം ആ സൈറ്റ് ആ ഏജൻസിക്ക് ഹാൻഡ് ഓവർ ചെയ്യണം. ഈ രണ്ട് കാര്യങ്ങളും നാട്ടിൽ എവിടൊക്കെ നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നുണ്ടോ അവിടെയെല്ലാം അത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിന് ശേഷമാണ് പ്രവൃത്തി ഉദ്ഘാടനം നടത്താറുള്ളത്. ഞങ്ങൾ ഇതിനു മുമ്പും പറഞ്ഞു, ഇത്തരം കാര്യങ്ങളിൽ നഗരസഭയുടെ ഭരണം നടത്തുന്ന ആളുകൾക്ക് വേണ്ടത്ര ധാരണയില്ലെങ്കിൽ അത്തരം ആളുകൾക്ക് കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ചുമതലപ്പെട്ട തിരൂരിന്റെ MLA അദ്ദേഹം ഇന്ന് സൈറ്റ് ഹാൻഡ് ഓവർ ചെയ്യാതെ നഗരസഭാ സെക്രട്ടറിയുമായിട്ട് ഒപ്പുവെക്കാത്ത ഒരു പദ്ധതിക്കകത്ത് നഗരസഭാ സ്റ്റേഡിയത്തിൽ അതിക്രമിച്ച് കയറി ഉദ്ഘാടന പരിപാടി നടത്തിയിരിക്കുകയാണ്. അഡ്വക്കേറ്റ് S. ഗിരീഷ്, V. നന്ദൻ, നജ്മുദ്ദീൻ, മിർഷാദ് പാറയിൽ, അനിത കല്ലേരി, ജഫ്സൽ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. വെട്ടം ന്യൂസ്, തിരൂർ.